വരാനിരിക്കുന്ന കാലവർഷത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.ടി. ഷഹനാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്വീകരിക്കേണ്ട ജാഗ്രതാ നടപടികളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. പ്രളയമുണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം, ശൗചാലയങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകാൻ യോഗം തീരുമാനിച്ചു. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൂടാതെ പ്രളയജലം കലരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനായി അടിയന്തരമായി ക്ലോറിനേഷൻ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കും. യോഗത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.സി. നൂർ, ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി.ടി. അമീർ, എൻ. മുഹമ്മദ്, ഖദീജ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മാനുപ്പ മാസ്റ്റർ, ബാലചന്ദ്രൻ, മെറിഷ് ടി.പി., റംല, സുനിത, അബൂബക്കർ, സൈഫുന്നിസ, ഷഫീദ ബേബി, സെക്രട്ടറി ഷാജിമോൻ, വില്ലേജ് ഓഫീസർ, ഹെൽത്ത് ഓഫീസർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും ഇവർ പങ്കുവച്ചു. വിവിധ സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരും യോഗത്തിൽ പങ്കാളികളായി. അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനും ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്താൻ യോഗം തീരുമാനിച്ചു. ഇതിനായി വിവിധ വകുപ്പുകളെയും സന്നദ്ധ സംഘടനകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്. നമസ്കാരം. ആ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് ഇന്ന് കേരളക്കര ഉണർന്നത്. വിശദ വിവരങ്ങൾ അറിയാൻ നമ്മുടെ പ്രതിനിധികൾ സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നു. പറയൂ, കേൾക്കുന്നില്ലേ? അതെ ആശിം, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ നമ്പർ 1 മൾട്ടി ബ്രാൻഡ് ഡിജിറ്റൽ ഹബായ ജപ്പാൻ സ്ക്വയറിലാണ്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എന്താ ഇവിടെ നടക്കുന്നത്. ജപ്പാൻ സ്ക്വയറിന് പർച്ചേസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസിന് ജപ്പാൻ സ്ക്വയർ കൊടുക്കാൻ പോകുന്നത് 2 വർഷത്തെ വാറണ്ടിയാണ്. 2 വർഷത്തെ? അതെ, 2 വർഷത്തെ വാറണ്ടി. ഇനി അത് ആപ്പിൾ ഫോൺസ് ആണെങ്കിൽ 2 വർഷത്തെ വാറണ്ടി. തീർന്നിട്ടില്ല. 6,990 രൂപയ്ക്ക് സ്മാർട്ട് ടി വി, 12,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾ. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഏത് കണ്ടീഷനായാലും ഞങ്ങൾ മികച്ച രീതിയിൽ സർവീസ് ചെയ്തു തരുന്നു. തീർന്നിട്ടില്ല ആശിം, നമ്മൾ ഇനി ആ നെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത്. ജപ്പാൻ സ്കൂളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും ബിസ്ബും നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ബലോന കാർ, സെക്കൻഡ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഹോണ്ട ബൈക്ക്, അതും 4 പേർക്കാണ് കൊടുക്കാൻ പോകുന്നത്. തേർഡ് പ്രൈസ് ആയിട്ട് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് മലേഷ്യ ട്രിപ്പ്. മെയ് 20-ാം തീയതിയാണ്. അപ്പൊ നമ്മൾ ജൂൺ 10-ാം തീയതിയാണ് നമ്മളെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ജപ്പാൻ സ്കൂളിൽ നിന്ന് പർച്ചേസ് ചെയ്യാത്തവരോ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗിഫ്റ്റ് കാത്തിരിക്കുന്നത്.